സത്യസന്ധത ഉണ്ടെന്നുള്ളൊരു കാര്യം ഞാൻ ഇപ്പോൾ പറയാം. കാരണം എന്ന് പറഞ്ഞാൽ ഈ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് ഞങ്ങൾ ഈ പറയുന്ന ഒരു ലൊക്കേഷനിൽ നിന്ന് വേറെ ലൊക്കേഷനിലേക്ക് ഇങ്ങനെ റോട്ടിൽ കുറച്ച് ഷൂട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒരു ലേഡി ആയിരുന്നു. അപ്പോൾ നവാസ്കായും ഞാനും ഇങ്ങനെ ഒരു കാറിൽ ഇങ്ങനെ പോകാറുണ്ട്. അപ്പോൾ പോയപ്പോൾ ഒരു ഇടയ്ക്കൊരു സീൻ എടുക്കാനുണ്ട്. അപ്പോൾ ഒരു കാര്യം മാനേജ് ചെയ്യാനായിട്ട് എനിക്ക് ഈ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ കാറിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടായി. അപ്പോൾ ഞാൻ ആ കാറിൽ നിന്ന് ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഈ കാറിലേക്ക് കയറി. നവാസ്ക ഉടനെ തന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, വണ്ടി മൂവ് ചെയ്തപ്പോൾ തന്നെ വിളിച്ചു, വണ്ടി നിർത്താൻ പറഞ്ഞു. എന്താ പറ്റിയെന്ന് ചോദിച്ചു. അല്ല ഇത് ശരിയാവില്ലാന്ന് പറഞ്ഞു. ഞാൻ എന്താ പറ്റിയേക്കാന്ന് ചോദിച്ചു. അല്ല എനിക്ക് ഇങ്ങനെ ഒരുമിച്ച് യാത്ര ചെയ്യാൻ പറ്റില്ല. ഞാൻ പെട്ടെന്ന് ചോദിച്ചു, ഒരു ആർട്ടിസ്റ്റാണല്ലോ, ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് അതിനകത്ത്. പക്ഷേ അന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ നവാസ് ഖാനോട് ദേഷ്യം തോന്നി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റ് അതിനകത്ത് കയറാൻ പറഞ്ഞു. ഞാൻ ഇതൊരു കാര്യം കൊണ്ട് കയറി പോകണമല്ലോ, പെട്ടെന്ന് അങ്ങനെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാനത് നവാസ് ഖാൻ്റെ വിയോഗത്തിന് ശേഷം ഞാനത് ഓർക്കാം. കാരണം പുള്ളി ഒരു നെഗറ്റീവായിട്ടൊരു വാർത്ത വരാൻ അവസരം പോലും ഉണ്ടാക്കിയില്ല എന്നുള്ളത്. കാരണം അത്രയും കാര്യങ്ങളൊക്കെ ഭയങ്കര സൂക്ഷിച്ചാണ്. കാരണം ഏത് മേഖലകളിലും ഇപ്പോൾ കള്ളുടിക്കുന്ന മേഖലകളായാലും അങ്ങനെ ഒരു സ്ഥലത്തും നവാസ്ക ഒന്നിനും കൈ കൊടുക്കും. അവിടെ നിന്നൊക്കെ അങ്ങനെ ഒഴിഞ്ഞു പോകും. ചെയ്യുന്നവർക്ക് ചെയ്യാം. പക്ഷെ നവാസ്ക കാര്യങ്ങളിലൊക്കെ അങ്ങനെ ഒരു ഭയങ്കര പേഴ്സണാലിറ്റി ഉള്ള ഒരു സത്യസന്ധമുള്ളൊരു കലാകാരനാകും.